ഉപ്പും എരിവും ഉള്ള ഭക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ വായിൽ പെട്ടെന്ന് വെള്ളം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? വേറെ എന്ത് ഭക്ഷണങ്ങൾ കാണുമ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതൽ വായിൽ വെള്ളം വരുന്നത് ഉപ്പ്, പുളി, അതേപോലെ തന്നെ എരിവ് ഉള്ള ഭക്ഷണങ്ങൾ കാണുമ്പോഴാണ്. അതിൻ്റെ പിന്നാലെയുള്ള സയൻറ്റിഫിക് റീസൺ ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമ്മുടെയൊക്കെ വായിൽ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ഈ സലൈവറി ഗ്ലാൻഡാണ് സലൈവ, അതായത് വായിൽ വെള്ളം വരുത്തിക്കുന്നത്. ഈ സലൈവ അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഈ ഒരു വെള്ളം അത് നമ്മൾക്ക് ഫുഡിനെ പെട്ടെന്ന് ദഹിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു സലൈവ സെക്രിയേഷൻ ഉപ്പോ അതേപോലെ തന്നെ എരിവോ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്നൊരു പ്രതിഭാസമുണ്ട്. അതായത് മുൻപ് കഴിച്ച് പരിചയമുള്ള ഭക്ഷണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ രുചി നമ്മളുടെ ശരീരം മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് നമ്മളുടെ വായിലും അതേപോലെ തന്നെ സുഗന്ധവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിനെയാണ് കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഉപ്പോ പുളിയോ എരിവോ ഉള്ള ഭക്ഷണങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ രുചി നമ്മുടെ ശരീരം തന്നെ മനസ്സിലാക്കുകയും ഹൈപ്പോ തലാമസ് എന്ന ബ്രെയിനിൻ്റെ ഒരു പാർട്ട് ഇത് സലൈവറി ഗ്ലാൻഡുകളിലേക്ക് മെസ്സേജ് എത്തിക്കുകയും ഇതിൻ്റെ രുചി എന്താണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി തിരിച്ചറിയുകയും ചെയ്യുന്ന സമയത്ത് സലൈവ സെക്രീഷൻ കൂടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സലൈവ ആവശ്യമാണ്. ഈ സലൈവയിലുള്ള അമിലൈസ് എൻസൈം എന്ന എൻസൈമാണ് നമ്മളുടെ ഈ ഉപ്പ്, പുളി, എരിവ് എന്നിവ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ പ്രാഥമിക ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം. ഈ ഉപ്പും പുളിയും എരിവും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് ദഹിക്കാനായിട്ട് ഒരുപാട് സലൈവ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് തീവ്രമായ രുചി ഉള്ളത് കൊണ്ട് നമ്മളുടെ ശരീരത്തിന് അലേർട്ട് തരികയാണ് കൂടുതൽ സലൈവ സെക്രിയേഷൻ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വായിൽ വെള്ളം വരുന്നത്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.